ഹായ് ഫ്രണ്ട്സ്, ആപ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? ദുബായിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അസുഖങ്ങളും വളരെ കൂടുതലാണ്. 2-3 ദിവസമായിട്ട് ഞാൻ സൈഡായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. തണുത്തതൊന്നും കഴിച്ച് അസുഖം പിടിപ്പിക്കാതെ നിൽക്കുക. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അതിൻ്റെ മൊത്തമായിട്ടുള്ള വീഡിയോസൊന്നുമില്ല, ചെറിയ ചെറിയ ക്ലിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞാനിതൊരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും കൂടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത്ര ഭയങ്കര കുറേ ബിഗായിട്ടുള്ള പോട്ടും കുക്കറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. 2-3 പ്രാവശ്യമായിട്ട് കുക്ക് ചെയ്തു. പിന്നെ ഞാൻ എഗ് ഫ്രൈ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗാണിത്. ഇങ്ങനെ കുറേ പാത്രങ്ങളിലായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് മസാല പിടിപ്പിച്ച് പോലെ ഫ്രൈ ചെയ്യാം. പിന്നെ ഞാനിവിടെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണിത്. ഇത് ഞാൻ നല്ല ഉപ്പും മുളകും മഞ്ഞളും യൂസ് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് ബിഗ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. പകരം ഞാനൊരു 10-12 സ്പ്രിംഗ് റോൾ തയ്യാറാക്കേണ്ട ഒരു അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പം ഒണിയനും ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ജിഞ്ചറും കുറച്ച് ഓയിലിട്ടിട്ട് വഴറ്റിയതാണ്. വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള റെഡ് ചില്ലി പൗഡർ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, ഒണിയനിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സ്റ്റോക്ക്, ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒരിത്തിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ചിക്കൻ്റെ ടേസ്റ്റും ഈ ഓണിയൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ആ ഓണിയൻ ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ഇതാണ് ആ സ്റ്റോക്ക്. അപ്പോൾ ഞാനിത് ഇത്തിരി ആ ഓണിയനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിലൊന്നും വേണ്ടിയില്ല, ഒരു കുറച്ച് മതി. ഈ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഗരം മസാല നമുക്കിതിലേക്ക് വിതറി കൊടുക്കാം. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റുന്ന സമയത്ത് നമുക്ക് ആ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പിച്ചി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി വെട്ടിയിടാം. ഇപ്പോൾ ഇതിൽ ചിക്കനും ഗരം മസാലയും മല്ലിയിലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ദോശ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയും മുട്ടയും ഉപ്പും പിന്നെ വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇതിനി നന്നായിട്ട് തിന്നായിട്ട് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാം. അധികം ബ്രൗൺ ആയിട്ട് വെന്ത് പോകുമെന്ന് വേണ്ടിയില്ല, ജസ്റ്റ് ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും വാടിയിട്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൽ ഫില്ല് ചെയ്തിട്ട്
ഇതൊരു റോള് പോലെ ആക്കിയിട്ടെടുക്കണം. ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് എടുക്കാൻ മറന്നുപോയതായിരുന്നു. ലാസ്റ്റ് ഓൾറെഡി ഞാൻ എല്ലാം ചുട്ട് കഴിഞ്ഞു. ലാസ്റ്റ് 2-3 എണ്ണങ്ങളാണ് ചുടാൻ ഇനിയുള്ളൂ. അപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് ഇതിൻ്റെ വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ക്യാമറയ്ക്ക് ഓൺ ചെയ്തിട്ട് എടുത്തതാണിത്. ഇതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ഹോട്ടായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്യണം. അപ്പോഴാണ് ഇതൊന്ന് നന്നായിട്ട് സ്റ്റിക്ക് ആവത്തുള്ളൂ. ഇതിന് നമുക്ക് വേറെ മൈദയൊന്നും യൂസ് ചെയ്യേണ്ടിയില്ല. ഇത് നല്ല ചൂടോടെ തന്നെ അപ്പുറത്തിപ്പുറത്തോട്ട് റോളാക്കിയാൽ പിന്നെ അത് വിട്ടു പോകത്തില്ല. അപ്പം നമ്മുടെ മസാല ഒക്കെ വെച്ചതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അത്രയും വലുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ട് എഗ്ഗിലിട്ടിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്റ്റോളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസിൽ കുറച്ച് ഡിമാൻഡായിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. കട്ട്ലേറ്റ്, സ്പ്രിംഗ് റോള്, ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ആൾക്കാരുടെ ഇടയിൽ. നല്ല റിവ്യൂ ആണ് ഞങ്ങൾക്ക് ഇതിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യുക. ഇതിന് നല്ല ഹോട്ടായിട്ടുള്ള ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ സത്യം പറയാൻ ഞാനത് എടുക്കാൻ മറന്നുപോയി. വേറൊരു സ്റ്റെപ്പൊന്നുമില്ല. നല്ല ഹോട്ടായിട്ടുള്ള ഓയിൽ ഇതിനി ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുക എന്നുള്ള ഒരു ഘട്ടം കൂടി മാത്രമാണ് ഇതിലുള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുപോയതിൽ രണ്ടാമത്തെ ഒരു ഐറ്റം ആയിരുന്നു ബീഫ് കട്ട്ലേറ്റ്. അതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ കാണിക്കുന്ന വീഡിയോ ആണിത്. ഞാൻ മൊത്തമായിട്ടുള്ള വീഡിയോ ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് കൂടുതൽ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഷൂട്ടിങ്ങും കുക്കിങ്ങും ഒരുമിച്ച് നടത്തുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ. ഇത് കായ്പോളയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നമ്മളെ സൈൻ്റെ കൗണ്ടർ ഇത്തിസലാത്ത് അക്കാദമിയിൽ വൻ തിരക്കായി തുടങ്ങി. അബ്സ് കിച്ചൺ കൗണ്ടറിൽ ഭയങ്കര തിരക്കായി തുടങ്ങി. അബ്സ് കിച്ചൺ എല്ലാവരും ചോദിക്കുന്നു എവിടുന്ന കടികളെന്ന്. ഷെബി, ഷെബ്രി ഇവരൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കും നല്ലൊരു അനുഭവമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. എന്നെപ്പോലെ തന്നെ ഫ്രണ്ട്സുകളും ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുക്ക് ചെയ്തതൊന്നും ഞങ്ങൾക്ക് പിന്നീട് ഇത് ചെയ്തതിന് ശേഷം ഓർമ്മ ഉണ്ടായതേ ഇല്ല. ഇത്രയും ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് 2 കൗണ്ടർ ഉണ്ടായിരുന്നു. 2ഉം സക്സസ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.